ജാസ്മിൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ജയിലിന് പുറത്തായിട്ട് ഋഷി വന്ന് നിൽക്കുന്നുണ്ട് പാതിരാത്രി. ആ സമയത്ത് അവിടെ ജാസ്മിൻ ഋഷിയുടെ അടുത്തായിട്ട് പറയുന്നുണ്ട് ഐ ലവ് യു ഋഷി എന്ന് പറയുന്നുണ്ട്. ഋഷി യാതൊരു റിയാക്ഷനും ഇല്ലാതെ അവിടെ ഇങ്ങനെ ജാസ്മിൻ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കേട്ടപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് നിനക്ക് എന്നെങ്കിലും എന്നോട് ഒരു സ്നേഹമില്ലാലെ ഋഷി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഋഷി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ വീണ്ടും ജാസ്മിൻ പറയുന്നുണ്ട് ഐ ലവ് യു ടു എന്നൊന്ന് പറഞ്ഞുകൂടേടാ, അല്ലെങ്കിൽ പോട്ടെ ഐ ലൈക്ക് യു എന്നെങ്കിലും നിനക്ക് പറഞ്ഞുകൂടേടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഋഷി ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഇങ്ങനെ നോക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അല്ല നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വെറുതെ കളിയാക്കാന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്നെ വെറുതെ ചൊറിയാനാണ് പറയുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ. അപ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ട് ഇല്ല നീ ഇന്നേ വരെ എൻ്റെ അടുത്ത് ചൊറിഞ്ഞിട്ടില്ല, എനിക്കറിയാം, അതുകൊണ്ട് നീ ചൊറിഞ്ഞതൊന്നല്ല എന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അല്ലെങ്കിലും നിനക്കൊന്നും എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല, ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അത് മനസ്സിലാക്കാനുള്ള കാര്യമില്ല എന്നവിടെ പറയുന്നുണ്ട് ജാസ്മിൻ. എന്തായാലും ജാസ്മിനെ ജയിലിൽ കയറിയതിന് ശേഷം മെന്റലായ പോലെയാണ് ജാസ്മിൻ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. അവിടെ പ്രധാനമായിട്ട് ജിൻഡോന്റെ അടുത്താണ് ഇങ്ങനെ അടികൂടി എന്താ പറയാ വല്ലാത്തൊരു അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിൻഡോന്റെ അടുത്ത് നന്നായി ചൊറിയുന്നുണ്ട്. ജിൻഡോയും വിട്ടുകൊടുക്കുന്നില്ല. ജിൻഡോയും അതിനൊപ്പത്തിനൊപ്പം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ജിൻഡോയുടെ അടുത്ത് കിടന്ന് നീക്ക് ആൾ താമസം ഉണ്ടോ നിന്റെ തലയിൽ, നീ ഒരു മന്ന ബുദ്ധിയല്ലടാ, നീ മണ്ടനല്ലടാ, നിനക്ക് എന്ത് ബുദ്ധിയാണല്ലടാ, മുഖത്ത് നോക്കി സംസാരിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോന്റെ അടുത്ത് ചൊറിഞ്ഞിട്ടാണ് പിന്നെ ഋഷിയുടെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് ചോദിക്കുന്നത്. കേൾക്കുന്ന ഋഷിക്കാണെങ്കിലും സംശയമുണ്ടായിരിക്കും എന്തിനാണ് എൻ്റെ അടുത്ത് ഐ ലവ് യു പറയുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഋഷി ഒരു റിയാക്ഷനും കൊടുത്തില്ല, ഒരു മറുപടിയും കൊടുക്കാതിരുന്നത്. ഒരു ഐ ലവ് യു ടു എങ്കിലും ഒരു ഐ ലൈക്ക് എങ്കിലും പറയടാ എന്ന് പറഞ്ഞിട്ട് പോലും ഋഷി അവിടെ ഒരു അക്ഷരം മിണ്ടിയില്ല.